എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ മീഡിയയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മളിന്ന് ഭരണഘടനയുടെ ഒരു ഭരണഘടനയെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയെ പിടിച്ചാണ് എല്ലാവരും ആണയിടുന്നതും എല്ലാവരും ഗോഗോ വിളിക്കുന്നതും. ഭരണകക്ഷിയായ BJP ആണ് ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷകരെന്നും യഥാർത്ഥ അവകാശികളെന്നും പറഞ്ഞ് BJPയും അവരുടെ NDA സഖ്യകക്ഷികളും ഓരോരോ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നു. ബാക്കിയുള്ളവർക്ക് ആർക്കും ഭരണഘടനയോട് സ്നേഹമില്ല, ദേശസ്നേഹമില്ല എന്ന് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നു. എന്നാൽ NDA മുന്നണിയാകട്ടെ, പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഞങ്ങളാണ് യഥാർത്ഥ ഭരണഘടനയുടെ കാവൽക്കാരെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അവരും മുന്നോട്ട് പോകുന്നു. പാർലമെൻറ്റ് നടപടികൾ സ്തംഭിക്കുന്നു, കൂക്കി വിളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഒരു കൊച്ചു പുസ്തകം കണക്ക് എപ്പോഴും ഭരണഘടന പോക്കറ്റിലിട്ട് അത് ഉയർത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭരണഘടനയോട് സ്നേഹമുള്ളവരിങ്ങനെ ഭരണഘടനയുടെ ഒരു കോപ്പി, ഒരു ചെറിയ പതിപ്പ് കയ്യിൽ വെച്ച് കൊണ്ട് നടന്നെന്ന് പറഞ്ഞിട്ട് ഭരണഘടന ആകത്തില്ല. അത് കഴുത്തി കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ട് നടന്നെന്ന് പറഞ്ഞിട്ടും ദേശസ്നേഹവും അല്ലെങ്കിൽ ഭരണഘടനയോടുള്ള ആഭിമുഖ്യവും വരത്തില്ല. ഭരണഘടനയും ജനാധിപത്യത്തെയും യാതൊരു കൂറും വില വയ്ക്കാതിരിക്കുന്ന മാർക്സിസ്റ്റുകാർ പോലും വിലപിക്കുന്നത് ഭരണഘടന അപകടത്തിലായി എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലെ എല്ലാ പാർട്ടിക്കാരും ഈ ഭരണഘടനയെ പറ്റി ഒഴുക്കുന്ന മുതലക്കണ്ണീരാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരെ നമുക്കിപ്പോൾ അറിയാം, പാർലമെൻറ്റ് സ്തംഭിക്കുന്നതും ഈ സമകാലീന രാഷ്ട്രീയത്തിൽ ഭരണഘടനയെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് മൊത്തം പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഭരണഘടനയെ സംരക്ഷിക്കാനായിട്ട് രണ്ടു കൂട്ടരും പെടുന്ന പാടും അതുതന്നെയല്ല, ഈ ഭരണഘടനയെ പറ്റിയിട്ടുള്ള മുതലക്കണ്ണീരാണ് ഇവർ രണ്ടുപേരും ഒഴുക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനകത്തൊന്നും ആത്മാർത്ഥതയില്ല. എല്ലാവർക്കും ഈ കുഞ്ചൻ നമ്പ്യാർ പണ്ട് പാടിയ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണമെന്ന് പറഞ്ഞ കണക്ക് ഈ ഭരണഘടന മഹാശ്ചര്യം നമുക്കും വേണം അധികാരം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇതാണ്. അപ്പോൾ അതേ ചൊല്ലിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഇവർ ഈ രണ്ട് മുന്നണിയെ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ഭരണഘടനയെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നതും എല്ലാത്തിനും വേണ്ടിയിട്ട് വാദിക്കുന്നതും. അപ്പോൾ അവരൊഴുക്കുന്ന മുതലക്കണ്ണീരാണ് ആ നദിയായിട്ട് നമ്മളെ ചുറ്റും കാണുന്നത്. ആ ഭരണഘടന എല്ലാത്തിനും മീതെ പൊങ്ങിക്കിടക്കുവാണ്. അതിലിപ്പോൾ രണ്ട് പ്രധാന മുന്നണികളായ NDAയും ഇന്ത്യ മുന്നണിയെയും മാത്രമേ നമ്മളത് സൂചിപ്പിച്ചിട്ടുള്ളൂ. അവർ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. ആ മുതലക്കണ്ണീരാണ് ആ തോട് കണക്ക് ഇതിൻ്റെ ചുറ്റും കിടക്കുന്ന ജലാശയം. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഭരണഘടനയാണ് ആ താഴെ കിടക്കുന്നത്. അതിൽ രണ്ട് മുതലുകൾ അതിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മുതലക്കണ്ണീരൊഴുക്കുകയാണ്. ഒന്ന് BJP മുന്നണിയും NDA മുന്നണിയും, ഒന്ന് ഇന്ത്യ മുന്നണി. അപ്പോൾ ഇവരുടെ ഈ കണ്ണീരാണ് അതിൻ്റെ ഒരു നദി പോലെ കിടക്കുന്ന ഇവരുടെ കണ്ണീരാണ്.
അതിൻ്റെ ഒരു അടിക്കുറിപ്പാണ് ഇത്. ഭരണഘടന മഹാശ്ചര്യം, നമുക്കും കിട്ടണം അധികാരം. ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഇതാണ്. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാർട്ടൂൺ. ഫൈനൽ രൂപം ഇതാണ്. ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണഘടനയെ ചൊല്ലിയുള്ള മറ്റേ മുതലക്കണ്ണീരൊഴുക്കുന്നതാണ് കാർട്ടൂണിൻ്റെ ഇതിവൃത്തം.